സ്വാഭാവികമായും എനിക്ക് ചുരുളിനെ പറ്റി പറയാനുള്ളത്, ഞാൻ ഈ സ്കൂളിൽ മുമ്പ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, വളരെ ഇന്റീരിയർ പ്ലേസുള്ള സ്കൂൾ, കിട്ടാവുന്ന കഴിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം നടത്തുന്ന സ്കൂൾ. ഞാൻ ഇതൊന്ന് കാണുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നു. ഇവിടെ നൽകിയത് 1,92,000 രൂപ മാത്രമാണ്. എന്നാൽ ഇന്നത്തെ കിച്ചൺ കം സ്റ്റോറും അനുബന്ധ പ്രവർത്തനവും കാണുമ്പോൾ ഒരു 2.5 ലക്ഷത്തോളം രൂപയുടെ മതിപ്പ് ചെലവ് കാണാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. ഈ തുക പല ചടങ്ങുകളിലായി പല തരത്തിലായി ഹെഡ്മാസ്റ്റർ സ്വരൂപിച്ചു എന്ന് പറയുമ്പോൾ മനസ്സ് വെച്ചാൽ നമുക്ക് പലതും കഴിയും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ അതിന് PTA, സ്റ്റാഫ് അംഗങ്ങൾ, നാട്ടുകാർ, മാനേജ്മെന്റ്, ഇവരെയൊക്കെ കൂട്ടായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിക്കാൻ കഴിയുന്നുള്ളൊരു ഉത്തമ ഉദാഹരണം മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് കാണുന്നത്. സ്പോൺസറിങ്ങും പൂർവ്വ വിദ്യാർത്ഥികളും അതിലുപരി നാട്ടുകാരും പരസ്പരം കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വേഗത്തിലും ഇത്രയും നല്ല രീതിയിലും നമ്മൾ ഇന്ന് വിലമതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോകാൻ ഈ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ PTA-യും ഹെഡ്മാസ്റ്റർ സ്റ്റാഫിനെയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ച എല്ലാ വിഭാഗം ജനങ്ങളെയും ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ഈ ചുളിയാട് LP സ്കൂൾ ഏറ്റവും ഇന്റീരിയർ പ്ലേസിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും നല്ല രീതിയിൽ ഒരു കെട്ടിടം പണിതുകൊണ്ട് മാത്രമല്ല ഒരു കാര്യം പറഞ്ഞുപോയി. ഞാൻ മറ്റുള്ള വേണ്ടി കണ്ടു, നല്ല പച്ചക്കറിത്തോട്ടം, നല്ല കിളിക്കൂടുകൾ. അതുപോലെ തന്നെ ഈ ഓഫീസിന്റെ മുഖമുദ്ര തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് വന്ന അവസ്ഥയല്ല എന്നുള്ളത് ഇന്നോട് കാണപ്പെട്ടത് നല്ല രീതിയിലുള്ള അടുത്ത ചിട്ടയിലുള്ള പ്രവർത്തനം, അതുപോലെ പ്ലാനിങ് ഹെഡ്മാസ്റ്റർമാരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ പ്ലാനിങ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ട് സ്കൂൾ മുന്നോട്ട് വരുന്നു. എല്ലാവിധ ഭാഗത്തും നേർന്നുകൊണ്ട് ഈ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. answer?